നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഭരണാധികാരി താൻ തന്നെ ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ സ്വയം കുടുങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഏതാണ് വലുത്, അധികാരമോ അതോ നിയമമോ? നേതൃത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കിടിലൻ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു രാജ്യത്തെ ആകെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ്. നാടാകെ തീ ആളിപ്പടരുകയാണ്. പക്ഷെ ഇതിന് കാരണം പ്രകൃതി ദുരന്തമൊന്നുമല്ല, മറിച്ച് മനുഷ്യന്റെ തന്നെ അശ്രദ്ധയായിരുന്നു. അപ്പോ ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രതിസന്ധി എത്രത്തോളം വലുതായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരു ചെറിയ പ്രശ്നം ഒരു രാജ്യത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു ദുരന്തമുണ്ടാകാനുള്ള എല്ലാ ചേരുവകളും അവിടെയുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനൽ, എളുപ്പത്തിൽ കത്തിപ്പടരുന്ന പുല്ലും ഓലയും മേഞ്ഞ വീടുകൾ. ഒരൊറ്റ തീപ്പൊരി മതിയായിരുന്നു ഒരു ഗ്രാമം മുഴുവൻ ചാരമാകാൻ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വില്ലൻ ഇതൊന്നുമായിരുന്നില്ല. അത് ആളുകളുടെ സ്വന്തം അശ്രദ്ധയായിരുന്നു. ഈയൊരു പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് നമ്മുടെ കഥാനായകൻ ബിംബിസാരൻ രാജാവ് വരുന്നത്. അദ്ദേഹം ആളൊരു സംഭവം തന്നെയാണ്. നല്ല ദയാലു, നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന, ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മാതൃകാ ഭരണാധികാരി. പക്ഷെ ഇങ്ങനെയൊരാൾക്ക് ഈ അവസ്ഥയെ എങ്ങനെ നേരിടാൻ പറ്റും? അപ്പോ ഒരു നല്ല രാജാവായതുകൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്തതെന്താ? ജനങ്ങളെ സഹായിക്കുക തന്നെ. ഖജനാവ് നിന്ന് പണമെടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം തീരുവോ? ഇല്ല. ഓരോ ദിവസവും തീപിടുത്തം കൂടിക്കൂടി വന്നു. ഖജനാവ് കാലിയാകാൻ തുടങ്ങി. അപ്പോഴാണ് രാജാവിനൊരു കാര്യം മനസ്സിലായത്. വെറും ദയ കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ കഥ ഒരു നിർണായക വഴിത്തിരിവിലേക്കെത്തുകയാണ്. സഹതാപത്തിന്റെ വഴിവിട്ടിട്ട് രാജാവ് കുറച്ചുകൂടി കടുത്തൊരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പുതിയ നിയമം അത് രാജ്യത്തിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതാൻ പോണ ഒന്നായിരുന്നു. ആ പുതിയ നിയമം കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും. എന്താണെന്നല്ലേ? ആരുടെയെങ്കിലും അശ്രദ്ധ കൊണ്ട് അവരുടെ വീടിന് തീ പിടിച്ചാൽ അവര് 1 വർഷം മുഴുവൻ ശ്മശാനത്തിൽ പോയി താമസിക്കണം. ഇതൊരു വെറും ശിക്ഷയായിരുന്നില്ല കേട്ടോ. ഓരോരുത്തർക്കും ഉത്തരവാദിത്ത ബോധമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റായിരുന്നു അത്. വിശ്വസിക്കാൻ പറ്റുമോ? ആ നിയമം വന്നതോടെ രാജ്യത്തിന്റെ രൂപം തന്നെ മാറി. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. ദിവസവും കേട്ടിരുന്ന തീപിടുത്തത്തിന്റെ വാർത്തകൾ ഇല്ലാതായി. ആ ശിക്ഷയെ പിടിച്ച് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യത്ത് ഉത്തരവാദിത്തം എന്നൊരു പുതിയ സംസ്കാരം തന്നെയുണ്ടായി. അപ്പോ പ്രശ്നങ്ങളെല്ലാം തീർന്നു, രാജ്യം ശാന്തമായി എന്ന് നമ്മൾ കരുതും. പക്ഷേ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി രാജാവ് തന്നെയാണ് പരീക്ഷിക്കപ്പെടാൻ പോകാൻ പോകുന്നത്. ഒരു നിമിഷം ആലോചിച്ചു നോക്കിയേ. നിയമം എല്ലാവർക്കും ഒന്നാണെന്ന് പറയുന്ന ഒരു ഭരണാധികാരി ആ നിയമം തനിക്ക് നേരെ വരുമ്പോഴെന്തു ചെയ്യും? ഒഴിഞ്ഞുമാറുമോ? വിധിയൊരു വല്ലാത്ത കളിയാണ് കഴിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത ആ കാര്യം സംഭവിച്ചു. രാജാവിന്റെ സ്വന്തം പുൽപ്പുരയ്ക്ക് തീപിടിച്ചു. രാജ്യത്തെ രക്ഷിച്ച അതേ നിയമം ഇപ്പോ രാജാവിന് നേരെ തന്നെ വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് യഥാർത്ഥ നേതൃത്വമെന്ന്. ഈ ഒരു പരീക്ഷണത്തെ രാജാവ് എങ്ങനെയാണ് നേരിടുന്നത്? അദ്ദേഹത്തിന്റെ തീരുമാനം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? രാജാവിന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നു. ഞാൻ രാജാവാണ്, എനിക്കിത് ബാധകമല്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, ആ നിയമം എനിക്കും ഒരുപോലെയാണ്. എന്നിട്ട് തനിക്കുവേണ്ടി ശ്മശാനത്തിലൊരു കുടിൽ പണിയാൻ ഉത്തരവിട്ടു. കണ്ടില്ലേ? അധികാരം ഉപയോഗിച്ചല്ല, സ്വന്തം പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹം നീതി എന്താണെന്ന് കാണിച്ചുകൊടുത്തത്. ആ ഒറ്റ പ്രവൃത്തിയിലൂടെ രാജാവ് ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതാണ്. അത് തന്നെയാണ് ഈ കഥയുടെ ആത്മാവും. നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ ആദ്യം അത് സ്വയം പാലിക്കണം. അപ്പോഴേ സാധാരണക്കാർക്ക് അവരൊരു പ്രചോദനമാകൂ. നേതാക്കൾ വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് നയിക്കേണ്ടത് എന്ന് ഇതിലും വലുതായി എങ്ങനെയാണ് പറയുക? ബിംബിസാരൻ രാജാവിന്റെ ആ തീരുമാനം കാലങ്ങൾക്കിപ്പുറവും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, രാജാവാണെങ്കിൽ പോലും. രണ്ടാമത്തേത്, യഥാർത്ഥ നേതാക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. പിന്നെ ത്യാഗമാണ് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ശക്തി. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു നല്ല സമൂഹമുണ്ടാകുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് നേതൃത്വം? നിയമങ്ങളുണ്ടാക്കി മറ്റുള്ളവരെ ഭരിക്കുന്നതാണോ? അതോ ആ നിയമത്തിനു മുന്നിൽ സ്വയം വിധേയനാകുന്നതാണോ? ഈ പഴയ കഥ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരുപക്ഷേ ഇന്നത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത്, അല്ലേ?